Good morning to all. In the previous class, we learned about Limited Liability Partnership (LLP). Today, I am going to discuss the advantages and disadvantages of LLP, difference between LLP and partnership, LLP and company. What is mean by LLP? Limited Liability Partnership is a combination of both partnership and corporation. ഒരു പാർട്ട്ണർഷിപ്പിൻ്റെയും കമ്പനിയുടെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ LLP എന്ന് പറയുന്നത്. LLP ഈസ് ഗവേൺഡ് അണ്ടർ ദി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008. In India, LLP introduced in the year April 2009. The act extended to whole of India. What are the advantages of LLP? First one, easy formation. Compared to the formation of a company, an LLP can be formed very easily. There is no complicated legal formalities and expense for registration also is very less. നമുക്കറിയാം, ഒരു കമ്പനി ഫോം ചെയ്യാനായിട്ട് നമുക്ക് മെമ്മോറാണ്ടം ക്രിയേറ്റ് ചെയ്യണം, ആർട്ടിക്കിൾസ്, പ്രോസ്പെക്ടസ്, അങ്ങനെ ഒരുപാട് പ്രൊസീജിയറോട് കൂടിയാണ് നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു LLP ഫോം ചെയ്യാനായിട്ട് ഈസി പ്രൊസീജിയേഴ്സാണ് ഉള്ളത് ഇവിടെ. അതനുബന്ധം കമ്പയർഡ് ടു ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി ആൻഡ് LLP ക്യാൻ ബി ഫോംഡ് വെരി ഈസിലി. LLP നമുക്ക് കമ്പനീനേക്കാളും ഈസി ആയിട്ട് ഫോം ചെയ്യാം, കാരണം അവിടെ ലീഗൽ ഫോർമാലിറ്റീസ് കുറവാണ്. Second one, separate legal entity. On registration of an LLP has got a separate legal entity. It can possess asset in its own name and can sue and be sued. അതായത് LLPയും അതിലെ പാർട്ട്നേഴ്സും രണ്ടാണ്. അതാണ് അവിടെ പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. LLP രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ LLPക്ക് അതിൻ്റെ സ്വന്തമായിട്ട് അസറ്റ് ഉണ്ട് ആൻഡ് സ്യൂ ആൻഡ് സ്യൂഡ്. ആ LLPയുടെ പേരിൽ LLPക്ക് കേസ് കൊടുക്കാം, അതുപോലെ LLPയുടെ പേരിൽ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കേസ് കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ കമ്പനി പറയണ പോലെ കമ്പനിയും അതുപോലെ അതിലെ മെമ്പേഴ്സും സെപ്പറേറ്റ് ആണെന്ന് പറയണ പോലെ തന്നെ LLPയും അതിലെ മെമ്പേഴ്സും സെപ്പറേറ്റ് ആണ്. നെക്സ്റ്റ്, ലിമിറ്റഡ് ലയബിലിറ്റി. നമുക്കറിയാം LLPക്ക് ലിമിറ്റഡ് ലയബിലിറ്റിയാണ് പാർട്ട്നേഴ്സിന്. അതായത് അവർ എത്ര എമൗണ്ടാണോ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് അത്ര എമൗണ്ടിന് മാത്രമേ അവർ ലയബിൾ ആവുള്ളൂ. നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. കമ്പനിയിലും അതുപോലെ LLPയിലും ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. The liability of the partners of LLP are limited to the extent of their contribution to the LLP. The partners are also not liable to pay the debt of the LLP from their personal asset. അതായത് ലയബിലിറ്റി അവരുടെ പേഴ്സണൽ അസറ്റിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. നോ പാർട്ട്ണർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എനി അതർ പാർട്ട്നേഴ്സ് ഫ്രോഡുലൻ്റ് ആക്ട്. ഒരു പാർട്ട്ണർ മറ്റൊരു പാർട്ട്ണറിൻ്റെ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റിക്ക് റെസ്പോൺസിബിൾ അല്ല. അപ്പം 3 പോയിൻറ്റ്സാണ് പറഞ്ഞത്. ഈസി ഫോർമേഷൻ, സെക്കൻഡ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, തേർഡ് ലിമിറ്റഡ് ലയബിലിറ്റി. ഫോർത്ത് പോയിൻ്റ്, പെർപ്പച്വൽ സക്സഷൻ. അതായത് ഇപ്പം നമ്മുടെ ഒരു പാർട്ട്ണർഷിപ്പിലൊക്കെ ആണെങ്കിൽ ഒരു പാർട്ട്ണറിൻ്റെ ഡെത്തോടുകൂടി അല്ലെങ്കിൽ ആ പാർട്ട്ണർ ഡിസ്ചാർജ് ചെയ്തു പോയി കഴിഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് അവിടെ അവസാനിക്കണം. വേറൊരു പാർട്ട്ണർഷിപ്പിന് ഫോം ചെയ്യും. LLPയിൽ ഒരു പാർട്ട്ണർ വന്നാലും അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിൻ്റെ ഡെത്തോടുകൂടിയും അത് അവസാനിക്കുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്തു പോകും. പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ അത് എക്സിസ്റ്റ് ആവും. LLP ഹാസ് എ പെർപ്പച്വൽ സക്സഷൻ, ദാറ്റ് ഈസ് ദ ഡെത്ത്. ഒരു പാർട്ട്ണറിൻ്റെ ഡെത്തോടു കൂടിയോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് കൂടിയോ അല്ലെങ്കിൽ ഇൻസോൾവൻസി വഴിയോ ആ പാർട്ട്ണർഷിപ്പ് അവിടെ അവസാനിക്കുന്നില്ല, LLP അവിടെ അവസാനിക്കുന്നില്ല. ദ LLP ഷാൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ടിൽ ഇറ്റ് വൈൻഡ് അപ്പ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് 2008. LLP അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നുവരെ അതിലെ 2008 LLP ആക്ട് 2008 പറയുന്നത് പോലെ അത്രയും നാളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ LLPക്ക് പെർപ്പച്വൽ സക്സഷനാണുള്ളത്. നെക്സ്റ്റ്, കമ്പൈൻഡ് ബെനിഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്പനി. നമുക്കറിയാമല്ലോ, ഒരു LLP എന്ന് പറഞ്ഞാൽ അത് കമ്പൈൻ ചെയ്തതാണ്. പാർട്ട്ണർഷിപ്പിൻ്റെയും അതുപോലെ തന്നെ കമ്പനിയുടെയും ഫീച്ചേഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ളതാണ് LLP. അപ്പോൾ LLPക്ക് കമ്പനിയുടെയും ബെനിഫിറ്റ് ഉണ്ട്, അതുപോലെ പാർട്ട്ണർഷിപ്പിൻ്റെയും ബെനിഫിറ്റ് ഉണ്ട്.
LLP is a good hybrid form of partnership and company which enable professional expertise and entrepreneurial initiative to operate in flexible and efficient manner. നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കും. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി. ഇറ്റ് പ്രൊവൈഡ് എ ലിബർട്ടി ടു ദി പാർട്ട്നേഴ്സ് ടു മാനേജ് ദ ബിസിനസ് ആസ് പെർ ദ എഗ്രിമെൻറ്റ്. അതായത് ഇത്തിരി കൂടി ലിബറലാണ് LLP. ഇപ്പോൾ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് പോലെ ഇത്തിരി ലിബറലാണ് ഇത് LLP. ഇറ്റ് പ്രൊവൈഡ് എ ലിബർട്ടി ടു ദി പാർട്ട്നേഴ്സ് ടു മാനേജ് ദ ബിസിനസ് ആസ് പെർ ദ എഗ്രിമെൻറ്റ്. നെക്സ്റ്റ് ഈസി ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഓണർഷിപ്പ്. It is easy to join or leave the LLP. That is, it can easy to transfer the ownership in accordance with the terms of LLP agreement. അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഈസിയാണ്. LLP എഗ്രിമെൻ്റ് അനുസരിച്ച് ഈസി ആയിട്ട് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ LLPയിൽ പോസിബിളാണ്. ഇറ്റ് ഈസ് ഈസി ടു ജോയിൻ ഓർ ലീവ് ദ LLP. That is, it is easy to transfer the ownership in accordance with the terms of the LLP agreement. Next, lower rate of taxation. Generally, an LLP is taxed at a lower rate compared to a company. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കമ്പനിയേക്കാളും ലോവസ്റ്റ് ആയിട്ടാണ് LLPയിൽ ചാർജ് ചെയ്യുന്നത്. ഓൾസോ ദർ ഇസ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഇൻ ദ കേസ് ഓഫ് കമ്പനീസ്. അതായത് കമ്പനിയിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഉണ്ട്, പക്ഷേ നമ്മുടെ LLPയിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഇല്ല. whereas no such taxes are there in LLP while distributing profit to the partners. അപ്പോൾ നമ്മുടെ LLPയിൽ കമ്പനീനെ കമ്പയർ ചെയ്യുമ്പോൾ ലോ റേറ്റ് ഓഫ് ടാക്സ് ആണ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ജനറലി ആൻ LLP ഈസ് ടാക്സ്ഡ് അറ്റ് എ ലോവർ റേറ്റ് കമ്പയർഡ് ടു എ കമ്പനി. Also, there is dividend distribution tax in the case of companies where no such taxes are there in LLP while distributing profit to the partners. പ്രോഫിറ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതുമാതിരി ടാക്സുകളൊന്നും LLPക്ക് പേ ചെയ്യേണ്ട കമ്പനിയുടെ പോലെ. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് LLP. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ് പബ്ലിക് ഡിസ്ക്ലോഷർ. As LLP is required to file the statement of accounts and solvency with the register every year. അതായത് എല്ലാ വർഷവും രജിസ്റ്ററിന് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് സബ്മിറ്റ് ചെയ്യണം. ദർ ഈസ് എ പബ്ലിക് ഡിസ്ക്ലോഷർ. പബ്ലിക്കായിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. The accounts may declare income of the members which may or may not wish to be made public. അതിൽ ഈ പാർട്ട്നേഴ്സിൻ്റെ ഇൻകം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അത് ഇപ്പം നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ ഇൻകം പബ്ലിക്കിന് ഡിസ്ക്ലോസ് ചെയ്യാൻ നമുക്കും താല്പര്യം ഉണ്ടാവില്ല. അത് തന്നെയാണ് ഈ LLPയുടെ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. അതായത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് പബ്ലിക്കിന് ഓപ്പൺ ചെയ്യും. ആർക്ക് വേണമെങ്കിലും നോക്കിയാൽ മനസ്സിലാവും ഓരോരുത്തരുടെ ഇൻകവും കാര്യങ്ങളും. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, പബ്ലിക് ഡിസ്ക്ലോഷർ. As LLP is required to file the statement of accounts and solvency with the register every year, there is a public disclosure of matters of income. The accounts may disclose income of the members which they not wish to be made public. Second point, retaining profit. Profit of LLP are not retained just like a company limited to share. So all the profit are distributed immediately without retaining in future years. നമുക്കറിയാം നമ്മൾ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്ത് വയ്ക്കും. ഇപ്പോൾ കമ്പനിയിലൊക്കെ ആണെങ്കിൽ സർട്ടൻ എമൗണ്ട് റീറ്റെയിൻ ചെയ്ത് വയ്ക്കും. LLPനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു റീറ്റെയിൻഡ് പ്രോഫിറ്റ് വരുന്നില്ല. അവർ പ്രോഫിറ്റ് ഉണ്ടാകുന്ന വഴി തന്നെ അത് ഫുള്ള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തീർക്കും. അതും ഈ ഒരു LLPയുടെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അതായത് പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്ത് വയ്ക്കില്ല, ഫുൾ എമൗണ്ട് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. Profit of an LLP are not retained just like a company limited by share. So all the profit are distributed immediately without retaining in future year. ഫ്യൂച്ചർ ഇയറിലേക്ക് റീറ്റെയിൻ ചെയ്ത് വയ്ക്കാതെ ഫുൾ എമൗണ്ട് അവരെന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഫോർത്ത് പോയിൻ്റ്, അൺലിമിറ്റഡ് ലയബിലിറ്റി.
Though the liability of the partners of LLP are limited, under some cases it may extend to personal asset of partners. നമ്മൾ പറഞ്ഞു നമ്മുടെ ലൈബിലിറ്റി ലിമിറ്റഡ് ആണ്. LLPയുടെ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിൽ ലൈബിലിറ്റി ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ചില കേസുകളിൽ ഇറ്റ് മേ എക്സ്റ്റെൻഡ് ടു ദി പേഴ്സണൽ അസറ്റ് ഓഫ് പാർട്ട്നേഴ്സ്. അതായത് ചില കേസുകളിൽ അവരുടെ പേഴ്സണൽ അസറ്റുമേയും കൂടിയും ആ എമൗണ്ട് അവർ ലൈബിളായിരിക്കും. അതായത് ഇപ്പോൾ ലൈബിലിറ്റി പേ ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ പേഴ്സണൽ അസറ്റുമേ അവർ ആ പേഴ്സണൽ അസറ്റ് വെച്ചുകൊണ്ട് ആ ലൈബിലിറ്റി ഡിസ്ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് പറയുന്നത് ദോ ദ ലൈബിലിറ്റി ഓഫ് ദി പാർട്ട്നേഴ്സ് ഓഫ് LLP ആർ ലിമിറ്റഡ് ആണെങ്കിലും അണ്ടർ സം കേസസ് ഇറ്റ് മേ എക്സ്റ്റെൻഡ് ടു ദി പേഴ്സണൽ അസറ്റ് ഓഫ് പാർട്ട്നേഴ്സ്. നെക്സ്റ്റ് ജോയിൻ്റ് ലൈബിലിറ്റി. In case of LLP, any act of the partner without the other may bind the LLP. അതായത് ഇപ്പോൾ LLPയിലെ ഏതെങ്കിലും പാർട്ട്ണറിൻ്റെ ആക്ട് അവരുടെ ഈ LLPനെ കൂടി അഫക്റ്റ് ചെയ്യും. അതായത് LLPയും പാർട്ട്നേഴ്സും ജോയിൻ്റ് ആണ്. In case of LLP, any act of the partner without the other may bind the LLP. അതായത് പാർട്ട്നേഴ്സിൻ്റെ ആക്ട് LLPനെയും കൂടിയും ബാധിക്കും. അപ്പോൾ LLPയും പാർട്ട്നേഴ്സും ചെയ്യുന്ന എന്തൊരു ആക്ടിനും ബൈൻഡാണ്, റെസ്പോൺസിബിളാണ്. These are the disadvantages of LLP. Then we move to the difference between LLP and partnership. Difference between LLP and partnership. ഫസ്റ്റ് പോയിൻ്റ് ഫോർമേഷൻ. നമുക്കറിയാം LLP ഫോം ചെയ്യുന്നത് LLP ആക്ട് 2008 അനുസരിച്ചാണ്. പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഫോർമേഷൻ LLPയിൽ ഫോംഡ് ആസ് പെർ LLP ആക്ട് ഓഫ് 2008. പാർട്ട്ണർഷിപ്പ് ഫോംഡ് ആസ് പെർ ദി പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. നെക്സ്റ്റ് വരുന്നത് രജിസ്ട്രേഷൻ്റെ കാര്യം. LLPയിൽ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. പാർട്ട്ണർഷിപ്പിൽ രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല. നോക്കിയോ, രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി വിത്ത് ദ രജിസ്റ്റർ ഓഫ് കമ്പനീസ്. അതായത് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്യണം LLPയുടെ കേസിൽ. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ നോട്ട് കമ്പൽസറി, ബട്ട് ആൻ അൺരജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് വോണ്ട് ഹാവ് ദി എബിലിറ്റി ടു സ്യൂ. അതായത് അൺരജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പിൽ സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവില്ല ഇപ്പോൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ. രജിസ്റ്റർ ചെയ്യണമെന്ന് കമ്പൽസറി ഇല്ല ഇതിൽ. പാർട്ട്ണർഷിപ്പിൽ LLPയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കമ്പൽസറിയാണ്. നെക്സ്റ്റ് ലീഗൽ എൻറ്റിറ്റി. LLPയിൽ എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതായത് പാർട്ട്നേഴ്സ് വേറെ LLP വേറെ, അങ്ങനെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. പാർട്ട്ണർഷിപ്പിൽ നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതായത് പാർട്ട്ണർഷിപ്പും പാർട്ട്നേഴ്സും തമ്മിലൊരു സെപ്പറേഷൻ വരുന്നില്ല പാർട്ട്ണർഷിപ്പിൽ. നെക്സ്റ്റ് പെർപ്പച്വൽ സക്സഷൻ. LIP ഹാസ് എ പെർപ്പച്വൽ സക്സഷൻ. അതായത് ഒരു പാർട്ട്ണറിൻ്റെ ഡെത്തോടുകൂടി അല്ലെങ്കിൽ അയാളുടെ റിട്ടയർമെൻറ്റോടുകൂടി LLP നിർത്തിപ്പോവില്ല. അതൊരു പെർപ്പച്വൽ സക്സഷനാണ്. അതായത് എക്സിസ്റ്റൻസ് ഫോർ എ ലോങ് പീരീഡ്. പിന്നെ പാർട്ട്ണർഷിപ്പിൽ നോക്കിയേ കംസ് ടു ആൻ എൻഡ് ദ ഡെത്ത്, റിട്ടയർമെൻറ്റ് ഓർ ഇൻസോൾവൻസി ഓഫ് ദി പാർട്ട്ണർ. ഒരു പാർട്ട്ണറുടെ ഡെത്തോ ഇൻസോൾവൻസിയോ റിട്ടയർമെൻറ്റോടുകൂടി ആ പാർട്ട്ണർഷിപ്പ് അവസാനിക്കുകയാണ്. പക്ഷേ LLPയിൽ ഒരു പാർട്ട്ണറുടെ ഡെത്തോ ഇൻസോൾവൻസിയോ അതുപോലെ റിട്ടയർമെൻറ്റോടുകൂടി ആ LLP നിർത്തിപ്പോണില്ല. നെക്സ്റ്റ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അതായത് LLPയുടെ കേസിൽ എത്രയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലായാലും നോട്ട് മെൻഷൻ. ഇത് ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റില്ല, ഇതൊരു സിമിലാരിറ്റിയാണ്. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ രണ്ട് കേസിലും LLPയുടെ ആയാലും പാർട്ട്ണർഷിപ്പിലായാലും നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഡിസൊല്യൂഷൻ. എങ്ങനെയാണ് ഒരു LLP ഡിസൊല്യൂട്ട് ചെയ്യാം, അതുപോലെ എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ നടക്കാം. LLPയുടെ കേസിൽ വോളണ്ടറി ഓർ ബൈ ഓർഡർ ഓഫ് ദി ട്രിബ്യൂണൽ. വോളണ്ടറി ആയിട്ട് സ്വമേധയാ അല്ലെങ്കിൽ ട്രിബ്യൂണൽ കോർട്ടിൻ്റെ ഓർഡറോട് കൂടിയാണ് ഡിസൊല്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലോ ബൈ എഗ്രിമെൻറ്റ് ഓർ ദ പാർട്ട്നേഴ്സ് ഇൻവോൾവ്സ് ഓൺ സോൾവൻസി ഓർ ബൈ കോർട്ട് ഓർഡർ. അതായത് പാർട്ട്നേഴ്സിൻ്റെ ആഗ്രഹപ്രകാരം പാർട്ട്നേഴ്സിൻ്റെ ഇൻസോൾവൻസി വഴി ഓർ ബൈ കോർട്ട് ഓർഡർ. കോർട്ട് പറയാണ് ഇത് നിർത്തണം എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴും പാർട്ട്ണർഷിപ്പ് അവസാനിക്കും. നെക്സ്റ്റ് നെയിം. നമ്മൾ പറഞ്ഞു LLPയുടെ
ലാസ്റ്റ് ഒന്നില്ലെങ്കിൽ ലിമിറ്റഡ് ലൈബിലിറ്റിന്ന് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് LLP മെൻഷൻ ചെയ്യുന്നത്. നെയിം ദ എൻഡ് ഓഫ് ദി വേർഡ് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ഓർ LLP. ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് എന്നോ അല്ലെങ്കിൽ LLP എന്നോ ആ പേരിൻ്റെ അവസാനം മെൻഷൻ ചെയ്തിരിക്കണം. കമ്പനിയുടെ കാര്യത്തിൽ നോ റൂൾസ് ഫോർ ദി നെയിം. അങ്ങനെ ഇപ്പോൾ എൻഡിൽ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ ഒന്നും ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പിന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സിൽ മിനിമം 2 വേണം. ഒരു LLP ഫോം ചെയ്യാനായിട്ട് മിനിമം 2 വേണം. മാക്സിമം എത്ര പേർക്ക് വേണമെങ്കിലും LLPയിൽ ജോയിൻ ചെയ്യാം. ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് മിനിമം 2 വേണം. അതുപോലെ മാക്സിമം 20 പേഴ്സൺസിന് മാത്രമേ പാർട്ട്ണർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ലയബിലിറ്റി. അതായത് നമ്മൾ പറഞ്ഞു LLPക്ക് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, അതുപോലെ പാർട്ട്ണർഷിപ്പിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെന്ന് പറഞ്ഞിരുന്നു. അതന്നെ ആ പോയിന്റ് പറയുന്നത്. ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി കോൺട്രിബ്യൂഷൻ ടു ദി LLPയിൽ എത്ര എമൗണ്ട് ആണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് അത്രയും എമൗണ്ടിന് മാത്രമേ അവർ ലയബിൾ ആവുള്ളൂ. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ അവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് വരുന്നത്. നെക്സ്റ്റ് ഫോറിൻ നാഷൻസ് ആസ് പാർട്ട്നേഴ്സ്. അതായത് ഫോറിൻ നാഷൻസ് ക്യാൻ ബി എ പാർട്ട്ണർ. LLPയിൽ ഫോറിൻ നാഷൻസിലുള്ളവർ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ആ പാർട്ട്ണർഷിപ്പ് LLPയിൽ ആരൊക്കെയായിരിക്കും പാർട്ട്ണർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയിലും അതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ളവർക്ക് പാർട്ട്നേഴ്സായിട്ട് ജോയിൻ ചെയ്യാമെന്ന്. അത് തന്നെയാണ് പറയുന്നത് ഫോറിൻ നാഷൻസ് ക്യാൻ ബി പാർട്ട്ണർ. ഫോറിനിലുള്ളവർക്കും എന്തായിട്ട് തീരാം? പാർട്ട്നേഴ്സായിട്ട് തീരാം. പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പിൽ ഫോറിൻ നാഷൻസ് കനോട്ട് ഫോം പാർട്ട്ണർഷിപ്പ് ഫോം. ഫോറിൻ നാഷനിലുള്ളവർക്ക് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ആനുവൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ആനുവൽ റിട്ടേൺസ് ഹാസ് ടു ബി ഫൈൽഡ് വിത്ത് ദി ROC. അതായത് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സും അതുപോലെ ആനുവൽ റിട്ടേൺസും മെൻഷൻ ചെയ്തിരിക്കണം. പക്ഷേ നോ നെസസിറ്റി ഓഫ് ഫയലിംഗ് റിട്ടേൺസ് ടു ദി രജിസ്റ്റർ ഓഫ് ഫേമിൽ ഫയൽ ചെയ്യണമെന്ന് കമ്പൽസറി ഇല്ല. ഇൻ കേസ് ഓഫ് കമ്പനിയുടെ കേസിൽ അങ്ങനെ ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ LLPയുടെ കേസിൽ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഫയൽ ചെയ്യണം. നമ്മൾ പറഞ്ഞില്ലേ, അതായത് പബ്ലിക് ഡിസ്ക്ലോഷറാണ്. അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണമെന്നുണ്ട് LLPയിൽ. ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് LLPയും ജോയിൻറ്റ് സ്റ്റോക്കും കമ്പനിയുള്ള ഡിഫറൻസ്. ഫസ്റ്റ് പോയിന്റ് ഫോർമേഷൻ. കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് കമ്പനി ആക്ട് 2013 അനുസരിച്ചാണ്. ഫോംഡ് ആസ് പെർ ദി കമ്പനീസ് ആക്ട് 2013 ആൻഡ് വേരിയസ് റൂൾസ് മെയ്ഡ് ദെയർ അണ്ടർ. LLP ഫോം ചെയ്തിരിക്കുന്നത് LLP ആക്ട് 2008. സെക്കൻഡ് ക്യാപിറ്റൽ. കമ്പനിയുടെ കേസിൽ മിനിമം ആൻഡ് മാക്സിമം എമൗണ്ട് പെയ്ഡപ്പ് ക്യാപിറ്റൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ LLPയിൽ അങ്ങനെ ഒരു മിനിമം അല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് ക്യാപിറ്റലിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. അതാണ് പറയുന്നത് ദ മിനിമം ആൻഡ് മാക്സിമം എമൗണ്ട് ഓഫ് പെയ്ഡപ്പ് ക്യാപിറ്റൽ ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് ആർ ക്ലിയർലി ആൻഡ് സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൽ അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. LLPയിൽ അതൊരു അങ്ങനൊരു സ്പെസിഫിക് ആയിട്ടത് മെൻഷൻ ചെയ്യുന്നില്ല LLPയിൽ. നെക്സ്റ്റ് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. നമുക്കറിയാം കമ്പനിയിൽ എത്രയാണ് മിനിമം പറയുന്നത്. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 പേര് വേണം. പബ്ലിക് കമ്പനിയിലാണെങ്കിൽ മിനിമം 7 പേഴ്സൺസ് ഉണ്ടായാൽ മാത്രമേ ഒരു കമ്പനി ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. LLPയിൽ മിനിമം എത്ര പേര് വേണം? 2 പാർട്ട്നേഴ്സ് വേണം. നോക്കിക്കോ, കമ്പനി 2 ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി ആൻഡ് 7 ഇൻ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി. LLPയിൽ മിനിമം എത്ര പേര് വേണം? മിനിമം 2 പാർട്ട്നേഴ്സ് മതി. നെക്സ്റ്റ് മാക്സിമം. നമ്മളിപ്പോൾ മിനിമം പറഞ്ഞു, മാക്സിമം എങ്ങനെയാണ്? മാക്സിമം 200 ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി ആൻഡ് ദർ ഈസ് നോ മാക്സിമം ലിമിറ്റ് ഫോർ പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 200 ആണ് ഏറ്റവും മാക്സിമം വന്നത്. പബ്ലിക് കമ്പനിക്ക് അങ്ങനെ ഒരു മാക്സിമം ലിമിറ്റ് ഇല്ല. LLPയുടെ കേസിൽ മിനിമം ഉള്ളൂ. മാക്സിമം എത്ര പേരെ വേണമെങ്കിലും LLPയിൽ ജോയിൻ ചെയ്യിക്കാം. നെക്സ്റ്റ് നെയിം.
നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് LLP അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റിന്ന് ഒരു പേരിൻ്റെ അവസാനത്തിൽ ചേർക്കണം എന്ന് പറഞ്ഞു LLPയുടെ കേസിൽ. കമ്പനിയുടെ കേസിലാണെങ്കിൽ നോക്കിക്കോ, പബ്ലിക് കമ്പനി യൂസസ് ദ വേർഡ് ലിമിറ്റഡ്. പബ്ലിക് കമ്പനിയാണെങ്കിൽ ലിമിറ്റഡ് എന്നും പ്രൈവറ്റ് കമ്പനി യൂസ് ദ വേർഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. അത് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ, ലിമിറ്റഡും പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും നമ്മൾ എൻ്റർ ചെയ്തിരിക്കണം. LLPയുടെ കേസിലാണെങ്കിൽ നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റിന്നോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള LLP എന്നോ ഒരു പേരിൻ്റെ അവസാനത്തിൽ ചേർത്തിരിക്കണം. നെക്സ്റ്റ്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്. ഷെയർസ് ഓഫ് പബ്ലിക് കമ്പനി ആർ ട്രാൻസ്ഫറബിൾ ബട്ട് ഷെയർസ് ഈസ് റിസ്ട്രിക്റ്റഡ് ഇൻ പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനി ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം ഷെയർസ്, പക്ഷേ പ്രൈവറ്റ് കമ്പനിയിൽ റിസ്ട്രിക്ഷൻസ് ഉണ്ട്. ഷെയർ ഓഫ് ദി പബ്ലിക് കമ്പനി ആർ ട്രാൻസ്ഫറബിൾ. പബ്ലിക് കമ്പനിയിൽ ഈസി ആയിട്ട് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം, ബട്ട് ഷെയർസ് ഈസ് റിസ്ട്രിക്റ്റഡ് ഇൻ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ അത് റിസ്ട്രിക്റ്റഡ് ആണ്, പബ്ലിക്കിൽ ഈസി ആയിട്ടത് ട്രാൻസ്ഫർ ചെയ്യാം. നെക്സ്റ്റ് LLPയിൽ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി പാർട്ട്നേഴ്സ് ആർ ട്രാൻസ്ഫറബിൾ അക്കോർഡിംഗ് ടു ദി LLP എഗ്രിമെൻറ്റ്. LLP എഗ്രിമെൻ്റ് അനുസരിച്ച് മാത്രമേ ഷെയർസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏതിൽ? LLPയിൽ. നെക്സ്റ്റ്, രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ആൻഡ് ഈസ് രജിസ്റ്റേർഡ് വിത്ത് ദി രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഹു ഇഷ്യൂ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. കമ്പനിയുടെ കാര്യത്തിൽ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. അത് ഇൻ കേസ് ഓഫ് LLP രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി വിത്ത് ദി രജിസ്റ്റർ ഓഫ് കമ്പനീസ്. രണ്ടിലും രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. ലീഗൽ എൻറ്റിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിരിക്കും, അതുപോലെ തന്നെ LLPയിലും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിരിക്കും. നെക്സ്റ്റ്, പെർപ്പച്വൽ സക്സഷൻ. കമ്പനി ഹാസ് എ പെർപ്പച്വൽ സക്സഷൻ. അതായത് ഒരു പാർട്ട്നേഴ്സിൻ്റെ ഡെത്തോ അല്ലെങ്കിൽ ഇൻസോൾവൻസിയോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റോട് കൂടിയ ഒരു കമ്പനി അവസാനിപ്പിച്ച് പോവില്ല. അതിവിടെ പെർപ്പച്വൽ സക്സഷനാണുള്ളത്. അതുപോലെ തന്നെ LLPയിലും ഒരു പെർപ്പച്വൽ സക്സഷനാണുള്ളത്. These are the difference between the company and LLP. Next, assignment questions are: first one, bring out the distinction between LLP and partnership. Second, discuss the advantages and disadvantages of LLP. Okay, thank you.